നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുന്നു. തീ പറക്കുന്ന പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തി. ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം നാളെയാണ്. പക്ഷേ ഇന്നും പല വമ്പന്മാർക്കും അത് നിർണായകമാണ്. AC മിലാൻ ഓർക്കുന്നില്ലേ, ഫെനൂർദിനോട് ആദ്യ പാദത്തിൽ ഒറ്റ ഗോളിന് തോറ്റതാ. തിരിച്ചു വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ പണി കിട്ടി പുറത്തു പോകും. അങ്ങനെ വമ്പന്മാർക്ക് ഇന്ന് പരീക്ഷണമുണ്ട് എന്നർത്ഥം. നോക്കാം നമുക്ക്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:15 AC മിലാൻ വേഴ്സസ് ഫെനൂർദ് പോരാട്ടം AC മിലാൻ്റെ മൈതാനത്താണ്. ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഫെനൂർദ് വിജയിച്ചിരുന്നു. അത് മറികടന്നുകൊണ്ട് റൗണ്ട് ഓഫ് 16 എത്താൻ മിലാൻ ഇന്ന് കഴിയുമോ, അതാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം രാത്രി 11:15 നടക്കുന്നു. പിന്നെ ഒരു പിടി മത്സരങ്ങൾ 1:30 എന്ന് പറഞ്ഞാൽ 3 കളികൾ ബാക്കി, അതായത് ഇന്ന് 4 കളിയും നാളെ 4 കളിയുമാണ്. അപ്പോൾ ഇന്നത്തെ ബാക്കി 3 കളികൾ രാത്രി 1:30 ബെൻഫിക്ക വേഴ്സസ് മൊണോക്കോ മത്സരമുണ്ട്. ആ കളിയിൽ ആദ്യ ഭാഗത്തിൽ ബെൻഫിക്ക ഒരു ഗോളിന് വിജയിച്ചതാണ്. മൊണോക്കോ തിരികെ വരുമോ? പക്ഷേ ബെൻഫിക്കയുടെ മൈതാനത്താണ് ഇക്കളി. അറ്റ്ലാന്റ വേഴ്സസ് ക്ലബ് ബ്രൂഗെ പോരാട്ടം മറ്റൊരു വമ്പന്മാർക്കും ആദ്യ പാദത്തിൽ കാലിടറിയുന്നില്ലോ, അത് അറ്റ്ലാന്റക്കാണ്. 1-2 അന്ന് ക്ലബ് ബ്രൂഗെ വിജയിച്ചിരുന്നു. അതിന് ഇന്ന് സ്വന്തം മൈതാനത്ത് തിരിച്ചടി കൊടുത്ത് മുന്നോട്ട് പോകാനാവുമോ അറ്റ്ലാന്റക്ക്? അതും സുപ്രധാനമായ പോരാട്ടമാണ്. അതുപോലെ തന്നെ അതേ സമയത്ത് ബയേണും സെൽറ്റിക്കും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ 2-1 ബയേൺ വിജയിച്ചിട്ടുണ്ടായിരുന്നു സെൽറ്റിക്കിൻ്റെ മൈതാനത്ത്. ഒറ്റ ഗോളിൻ്റെ ലീഡേ ഉള്ളൂ എങ്കിലും രണ്ടാം പാദം സ്വന്തം മൈതാനത്താണ് എന്നുള്ളത് ബയേണിന് ആശ്വാസം പകരുന്ന കാര്യമാണ്. പിന്നെ നാളത്തെ കളികളുടെ കാര്യം പറഞ്ഞാൽ, നാളെ രാത്രി ഇന്ത്യൻ സമയം 11:15 ഡോട്ട്മുണ്ടും സ്പോർട്ടിങ്ങും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആദ്യ പാദം 3-0 ജയിച്ച ഡോട്ട്മുണ്ടിന് സ്വന്തം മൈതാനത്ത് രണ്ടാം പാദം വരുമ്പോൾ റൗണ്ട് ഓഫ് 16 ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. രാത്രി 1:30, നാളെ രാത്രി 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ്. സാന്റിയാഗോ ബെർണാബുവിലാണ് പോരാട്ടം. ആദ്യ പാദം 3-2 റയൽ മാഡ്രിഡ് വിജയിച്ചതാണ്. ഒറ്റ ഗോളിൻ്റെ അഡ്വാൻറ്റേജേ ഉള്ളൂ. പെപ്പ് ഗാർഡിയോള പറയുമ്പോൾ 1% ചാൻസ് ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയും. പക്ഷേ അറിയാമല്ലോ പെപ്പിൻ്റെ ഒരു രീതി. അപ്പോൾ കടുത്ത പോരാട്ടത്തിനായിരിക്കും സാന്റിയാഗോ ബെർണാബുവിലെ ആ മൈതാനം സാക്ഷ്യം വഹിക്കുക എന്ന കാര്യം ഉറപ്പാണ്. ആര് ജയിക്കും കാത്തിരിക്കാം. മറക്കേണ്ട സമയം വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30. അതേ സമയത്ത് തന്നെ PSG ബ്രസ്റ്റുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ആദ്യ പാദം 3-0 വിജയിച്ച PSG ഏതാണ്ട് റൗണ്ട് ഓഫ് 16 ഉറപ്പിച്ച മട്ടാണ്. പിന്നെ PSV വേഴ്സസ് യുവൻറ്റസ് പോരാട്ടം അതേ സമയത്ത് തന്നെ നടക്കുന്നു. ആദ്യ പാദം 1-2 യുവൻറ്റസ് വിജയിച്ചതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.